എടാ എന്തെങ്കിലും ഒരിക്കലും നിനക്ക് പറഞ്ഞല്ലേ പറ്റൂ. ട്യൂഷൻ പഠിക്കാൻ അവള് ടൗണിൽ പോകുമ്പോ നീ ധൈര്യമായിട്ട് പുറകെ പോകും. പോയി പൊന്മാന്റെ കളി കളിക്ക്. നോക്ക് ട്യൂഷനൊന്നും കാലാകാലം ഇല്ല കേട്ടോ. നീ വിഷമിക്കണം. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. ആ ഗെയിം പുറത്തുനിന്ന് കളിച്ചാൽ മതി. ഒറ്റ കടിയെന്നല്ല. അയ്യോ നിങ്ങളെ കളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ കൂടെ ഒരു ദിവസം ഒരു കളിയെങ്കിലും കളിച്ചില്ലെങ്കിൽ സോറി ബാറ്റ് ആയിരുന്നല്ലേ, എന്റെ അനൗൺസ്മെന്റ് ഒരു സുഖം കിട്ടൂല. നിങ്ങളോടൊക്കെ ഞാൻ മെമ്പർക്ക് ഒരു പണി കൊടുത്തു വരാം. വേലാടി സാറേ, എന്താ വിളിച്ചത്? വേലാടി സാറേന്ന്. അല്ല, ഈ കോർപ്പറേഷൻ സ്വയം തൊഴിൽ ലോൺ കൊടുക്കണ്ടോ? പിന്നെ ലോൺ കൊടുക്കുന്നുണ്ട്. ആട്, പോത്ത്, പശു, കോഴി, താറാവ്, പന്നി സകലത്തിനും കൊടുക്കുന്നു. ആണോ? എന്നാ ഒരു 50 പന്നിക്ക് ലോൺ കിട്ടിയാ തിരക്കില്ല. നിനക്ക് തരായിരുന്നു. പക്ഷെ നീയും പന്നിയും കൂടെ വന്ന ആരാ ലോൺ എടുത്തത് ഞാൻ അങ്ങനെ തിരിച്ചറിയും. സാറേ, ഈ സാറെന്താ വിളിയെന്ന് എനിക്ക് മനസ്സിലായി. ഓണ പന്നി വേലാടിയെ. കൂട്ടുകാരാ ഒന്ന് ചാടി കളിക്കോച്ചേ. സുന്ദരാ വന്ന രാവിലെ പല്ലിയപ്പം കുളിങ്ങിഞ്ഞ് ഡെയിലി ഈ വർക്ക്ഷോപ്പിൽ വന്ന് എന്നെ കാണാൻ ഞാൻ എന്താ ദൈവം. എന്റെ വണ്ടി ദിനേശ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വണ്ടി എന്ന് പറഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള വണ്ടിയാണ്. റയർ ആയിട്ടാണ്. എപ്പോഴും കൂടി ചോദിച്ചു നിങ്ങളുടെ വരണ്ട. ഒരു വണ്ടി പണിയാന്നിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് എപ്പ തരും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ ശരിയാണത്? 2 വർഷമായി വണ്ടിയായി കിടക്കണത്. അത് കൊടുത്തിട്ടില്ല. ഇത് 6 മാസമേ ഉള്ളു. സുനിയ 18 സ്പാനറിങ് എടുത്തേ. നമുക്ക് ഇപ്പൊ വരാട്ടോ. വണ്ടി ഇവിടെ നിസ്സാര കാര്യം ചോദിച്ചിട്ടാ. അതെ, ഈ വർക്ക്ഷോപ്പിൽ മൊത്തം സ്പാനറുണ്ട്. ഏതാ വേണ്ട വെച്ചെടുത്തോളൂ. ഓ എന്റെ ദൈവമേ. എടാ ഏതെങ്കിലും ഒരു സ്പാനർ മതി എന്റെ മുതുക് ചൊറിച്ചിട്ട് കുഞ്ഞമ്മയുടെ മോനാ. ഇവനാ ചേട്ടന്റെ വണ്ടി പണിയാണ്. ഞാനാ? നിനക്ക് പണി പഠിക്കണ്ടേ? വേണം. പിന്നെ എന്തെന്നാ പറയണത്? നിനക്ക് പണി പഠിക്കാൻ വേണ്ടിട്ടല്ലേ ചേട്ടൻ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടേക്കണത് തന്നെ? ചേട്ടാ എന്നെ അനുഗ്രഹിക്കണം. വണ്ടി ഞാൻ ഇപ്പൊ റെഡി ചെയ്ത് തരാട്ടോ. ചേട്ടൻ 6 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അവൻ പണിയില്ലെന്ന് നോക്കണമല്ലോ. അവൻ പണി പഠിക്കൂലെന്ന് എനിക്കറിയണല്ലോ. കുറെ ലോണിന് പോയി നോക്കണോ? പെട്ടെന്ന് കിട്ടുമോ? ഒരു വർഷോപ്പുകാരന്റെ വിഷമം മനസ്സിലാക്കാത്ത ഇയാളൊക്കെ എന്ത് പലിശക്കാരന്മാരുണ്ടല്ലോ. ഇതുകൂടെ വന്ന് എങ്ങനെ ഗോളടിച്ചു? കണ്ടില്ലല്ലോ. കായിക മേഖലയിലൊക്കെ നല്ല പാണ്ഡിത്യം അല്ലേ? എടാ ഇപ്പൊ ടച്ച് വിട്ടുപോയതാ. പണ്ടൊക്കെയാണെങ്കിൽ അത് ഒറ്റയ്ക്ക് കളിക്കും. വൺസ് മോർ കൂടി. മേല് കഴിക്കാൻ നല്ല വേന. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുക ഒരൊറ്റക്കെടുത്തു. സാധനം എടുക്ക്. എന്നാ കൊണ്ടുപോയി തിന്നെ. ആയി ശരിയാവില്ല. 2 എണ്ണത്തിനെ പറ്റി. ഇത് ചെറുതാ, ഞാൻ കഴിച്ചോട്ടെ. ഇല്ല ബാക്കി നാളെ 4 ലൈറ്റ് വന്നോ. കോട്ടം പിടിച്ചു ചെറുത് താ. ചുമ്മാ നിങ്ങളുടെ വയറ് നോക്ക്. എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്റെ അമ്മാവ് കളിക്കായിരുന്നു. കഷ്ടകാലത്തിന് വേണ്ട അമ്മേന്റെ ആങ്ങളായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് 2 വയസ്സിന്റെ മൂപ്പേ ഉള്ളൂ. അല്ല സാരി സാരി? ആര് സാരി? സാരി അല്ലെന്ന് ഷാരി. ചുമ്മാ അല്ല നിങ്ങൾ അമ്മാവെന്ന് വിളിക്കുന്നത്. അതെ, ഞാൻ അവളുടെ പുറകെ പോന്ന് നിർത്താൻ പോ. നന്നായി. മുമ്പൊക്കെ പറ്റിയൊരു ബന്ധമല്ല അത്. അതല്ലടാ, പിന്നെ വേറെ പുതിയ ഐഡിയ എന്തെങ്കിലും പറ. ഐഡിയ എന്ന് പറഞ്ഞാല് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ കണ്ടാണ്, വേറെ ആൾക്ക് വേണ്ടി കണ്ട. എടാ എങ്ങനെങ്കിലും ഓളെ ബെഡ്റൂം കയറി വിളിച്ചിക്ക. അപ്പൊ ഓൾ എന്നെ കണ്ട ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഓള് വിളിച്ചിട്ട് വന്നാൽ ഈ ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ ആൾക്കാർ കയറി നിങ്ങൾ 2 ആളും കല്യാണം കഴിപ്പിക്കും. എങ്ങനത്തെ ഐഡിയ? നിങ്ങളൊരു സംഭവം കേട്ടോ. ശരിക്കും വരെ എന്റെ അമ്മയ്ക്ക് വിളിക്കണമെന്നുണ്ട്. പക്ഷെ വിളിക്കൂല. എന്താ? എന്റെ അമ്മൂമ്മയാണല്ലോ. കിട്ടി, ഐഡിയ കിട്ടി. ഫോർ ദാറ്റ് വേ ടു മേക്ക് മാസ്റ്റർ പ്ലാൻ. എന്ത് പ്ലാൻ? നമ്മൾ ഇന്ന് വൈകുന്നേരം ക്ലബിൽ ഒത്തുകൊടുക്കും. എന്നിട്ട് 2 പേർക്ക് വേണ്ട ചെലവിൽ എങ്ങനെയുണ്ട്? അടിപൊളി. കാശില്ല. അയ്യേ, മാസ്റ്റർ പ്ലാൻ ക്യാൻസൽ. അമ്മാവന്റെ അച്ഛൻ. നമുക്ക് ഒന്നുകൂടെ കളിച്ചാലോ? മാങ്ങാണ് ഞാൻ തുപ്പി. തനിക്കിപ്പോ സുഖമായല്ലോ, ടെൻഷനൊന്നും ഇല്ലല്ലോ. അതൊക്കെ മറ്റുള്ളവർക്കല്ലേ. പണി പണി. താനിങ്ങനെ നീ പേടിക്കോ. താനിങ്ങനെ സമ്പാദിച്ച് ചാവുമ്പോലോടെ മോളോട്ട് കെട്ടിയെടുക്കോ? എടാ പറയട്ടെ വർക്ക് മോളിലുണ്ടെങ്കിൽ ഇയാളായിട്ടൊന്ന് കമ്പനിയാണ്. അങ്ങേരത് മോനാ? മോനാന്നോന്നല്ല, ഇതിപ്പോ ഇടക്കിടക്കുണ്ട് ഒന്നരാടം. കുറച്ച് നേരം പറഞ്ഞിട്ട് പിന്നെ കുറച്ചിടം കഴിഞ്ഞാൽ പോയിക്കോളൂ. ഈ പുള്ളിനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ 2-3 മാസം പണിക്കേക്കണത്. ഇതുവരെ വാതൊന്നും വേണ്ട ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ശമ്പളം ചോദിക്കൂല്ലോ, സുഖമായല്ലോ. പക്ഷെ നല്ല പണിക്കാരനാട്ടോ. കണ്ടാ? ഇതാണ് ഉദ്ദേശിച്ചത്.
നിന്നെ കണ്ടതിൽ ഇത് നോക്ക്, ഫുൾ ടൈം റൊമാൻസ് അല്ലേ രണ്ടും കൂടെ. ഇങ്ങനെ പോയ ഒരു കൊച്ചിന്റെ അപ്പിയും കുത്രവും നീ കോരണ്ടി വരും. രണ്ടും കൂടി നാണം കിടത്താൻ. അമ്മേ ഇന്നില്ല, ശനിയാഴ്ച വാ. അയ്യോ ചേട്ടാ, പിച്ചക്കാരനല്ല, സൈജുവാ. സൈജുവാ. വലിയ വ്യത്യാസമൊന്നുമില്ല. അമ്മ ഇത് എന്ത് പണിയാ കാണിക്കുന്നത്? അമ്പലത്തിൽ ഉത്സവമൊക്കെ അല്ലേ, ചേട്ടന്റെ മുഖത്തൊരു വാട്ടം. ഞാൻ വിചാരിച്ചു വെള്ളരിക്ക കറപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ടാടാ ഞാൻ കേട്ടോ. എന്താടാ നിന്റെ കയ്യില്? ബിഗേഡാ. ഈ പ്രാവശ്യം ഞങ്ങൾ ജയിക്കും. പ്രതീക്ഷ ഗൈഡോ? കൊടുക്കില്ല. ജയിക്കില്ല. ചേട്ടാ ഡിഗ്രിക്ക് വി ഗൈഡ് ഉണ്ടോ? ചില ഡിഗ്രിക്ക് കാണും. അമ്മ വിശ്വസിച്ചു. ടാടേ. നാ, ഡാ, രാത്രി തന്നെ തിരിച്ചു തരണം. ഒറ്റ ദിവസത്തേക്കെന്ന് പറഞ്ഞ് ഉമ്മുക്കുലിസിന്റെ മേടിച്ച നിന്റെ അലവലാതെ അമ്മാവിന്റെ കൊടുത്ത് നശിപ്പിക്കല്ലേ. അളയാ നാളെ തന്നാ പോരെ അളയാ? അത് പോരാ, ശ്ശേ. കൊണ്ട് തന്നാവത്തായ പോലെ. എന്തുവാടേ ഇത്? നിനക്കൊന്ന് ഇത് അലക്കിക്കൂടെ? എന്തൊരു നാറ്റം. അളയാ ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോയി കൊടുക്കണോ? കാല് പിടിക്കുന്നതൊക്കെ പോട്ടെ, രാത്രി തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ അളിയ രാത്രി തന്നാലേ ഉള്ളൂ പാതിരാത്രി കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. പോന്നൊക്കെ കൊള്ളാം. അച്ഛനും മോനും കൂട്ടി ഇടിക്കാതിരുന്നാ മതി. ഡാ, നീ അച്ഛനെ വെറുതെ കുറ്റം പറയല്ലോ കേട്ടാ. അച്ഛനും മതിലിന്റെ ഇപ്പുറത്തു നിന്നുള്ള പരിപാടിയുള്ളൂ, അപ്പുറത്തും ഉള്ള പരിപാടിയില്ല കേട്ടാ. ഉറപ്പാണ്? ആ, ഉറപ്പാ. ഇതെന്താ സാധനം? ഇത് ഷാരീനെ അടുത്ത് കാണാൻ വേണ്ടി. നോക്കട്ടെ ഞാൻ. ആ ശാരീനെ മാത്രമല്ലേ, തേനി സുമേനൊക്കെ അടുത്ത് കാണണ്ടല്ലോ. എന്തോ അമ്മാവ? നോക്കട്ടെ. സംഭവം കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അവളില്ലാതെ പറ്റില്ല അമ്മാവ. ഇന്നെങ്കിലും ഒന്ന് പറയണം. പറയാൻ ഞാനാ പറയണ്ടേ, ഇയ്യല്ലേ പറയണ്ടേ? അമ്മാവൻ വരുന്നില്ലേ? ഞാനില്ല, എനിക്ക് വെളിച്ചപ്പാടിനെ കണ്ടാ പേടിയാ. ഞാൻ സ്വപ്നത്തെ കണ്ട് പേടിക്കും. സുമതിയല്ലേ? കുത്താന വരുമ്പോൾ കയ്യെ കുത്ത് കരിങ്കുത്ത്, ചീപ്പ് വെള്ളം, താറാ വെള്ളം, ഞാനല്ല വേറെ ഐ ലവ് യു. കള്ളനാരാന്ന് ഞമ്മക്കറിയാം. അതാണ് എന്ത് നമ്മൾ പിടിക്കൂത്. ഇത് ഇമ്മന് കാലായി. അയ്യോ, ഞാനല്ല മോനെ. ചിരിക്കണം. എന്റെ മോന്റെ ഇയാൾ എന്നെ കൊലക്ക് കൊടുക്കും. നമുക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴിയുള്ളൂ. കൈവിടും. എന്താ പറ്റിയ മോദിനെ എന്തുണ്ടേലും ഞങ്ങളുണ്ടാ കൂടെ. അല്ലടേ മോനെ. കണ്ടോ മൈദിനെ, ഒരു ആവശ്യം വന്നപ്പോ ഓടി വരാൻ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. കള്ളനോ? എനിക്ക് തോന്നിയതായിരിക്കും. വിട്ടോ പോകാം.